ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. നമ്മുടെ ഹൈറിച്ചിൻ്റെ ക്രിമിനൽ അപ്പീലിൻ്റെ രണ്ടാമത്തെ ഹിയറിങ് ഇന്നുണ്ടായിരുന്നു. കേസ് നമ്പർ 477/2025. കേസ് നമ്പർ 9 10:20 25 കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഹൈറിച്ചിൻ്റെ വക്കീൽ കോടതിയിൽ ഹാജരായിരുന്നില്ല. മറ്റ് രണ്ട് വക്കീലിനോടും ഗവൺമെൻറ്റിൻ്റെ വക്കീലിനോടും നിക്ഷേപകരുടെ വക്കീലിനോടും കാര്യങ്ങളൊക്കെ സംസാരിച്ച് കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഹൈറിച്ചിൻ്റെ ഡൽഹിയിൽ നിന്നുള്ള മനോജ് സാർ അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ ടോട്ടൽ എല്ലാം തന്നെ നിയമപ്രകാരമല്ല ചെയ്തിരിക്കുന്നത്, എല്ലാം വയലേഷനാണ്. ബഡ്സ് അതോറിറ്റി വേണ്ടതൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ കമ്പനിയെ പൂട്ടിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സാറ് പറഞ്ഞു നമ്മുടെ 10:47 ഇതിൻ്റെ വിധി ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ കമ്പനിയുടെ എല്ലാ ഓപ്പറേഷൻസും ബന്ദ് ചെയ്തിരിക്കുകയാണ്, കമ്പനി പൂട്ടിയിരിക്കുകയാണ്, വളരെ കഷ്ടത്തിലാണ്. അതുപോലെ തന്നെ 212 കോടി രൂപ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എൻ്റെ കക്ഷിയുടെ വീട്, വാഹനങ്ങൾ എന്നിവയും ഇവർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇത് സ്റ്റോപ്പ് ചെയ്യണം, ഇവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടികൾ അറ്റാച്ച് ചെയ്യുന്നതിൽ നിന്ന് കോടതി ഇവരെ വിലക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോടതി സുധാ മേഡം ഭയങ്കര സ്ട്രോങ്ങിലായിരുന്നു. അതൊന്നും പറ്റില്ല, അതൊക്കെ അവരുടെ ബഡ്സ് അതോറിറ്റിയുടെ പണിയാണ്, അത് അവരെ പണിയെടുത്തോട്ടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ റീഇഷ്യൂ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും റീഇഷ്യൂവും ഫ്രഷ് ഇഷ്യൂ ആണ്. അത് ഇയാളും പൊക്കി പിടിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വിധി വന്നു. ഫ്രഷ് ഇഷ്യൂ ആണെങ്കിലും റീഇഷ്യൂ ആണെങ്കിലും ഒരു വിധിയുടെ അവസാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യാം, അത് നിയമപരമാണ് എന്നൊക്കെയുള്ള വിധികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതല്ല ഇവിടെ വിഷയം. നിങ്ങൾ ബഡ്സ് ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം എന്ന് പറയുന്ന ഈ നിയമത്തിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അല്ലാതെ റീഇഷ്യൂ മറ്റേ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ സമയം കളയണ്ട എൻ്റെ മനോജ് സാറേ. അപ്പോൾ മനോജ് സാറ് ഈ റീഇഷ്യൂ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഫ്രഷ് ഇഷ്യൂ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ അധികം ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കോടതിയിൽ കൊടുത്ത രേഖകൾ മാത്രം പരിശോധിച്ചാൽ മതി. അതിലുണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട്. റീഇഷ്യൂവും ഫ്രഷ് ഇഷ്യൂ ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മനോജ് സാറ്, രാജേഷ് സാർ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന രേഖകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കാണാൻ പറ്റും എന്നുള്ളതാണ്. ഞാനായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഫ്രഷ് ഇഷ്യൂ റീഇഷ്യൂ അത് കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, പിന്നെ ഈ കേസ് ഇതിൻ്റെ എല്ലാ നടപടികളും സ്റ്റോപ്പ് ചെയ്യിക്കണമെന്ന് നമ്മുടെ വക്കീൽ വളരെ താഴ്മയോടുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ കോടതി പറഞ്ഞു അവർ അറ്റാച്ച് ചെയ്തോട്ടെ, ഇനിയും വേണമെങ്കിൽ അറ്റാച്ച് ചെയ്തോട്ടെ, പക്ഷേങ്കിൽ സെയിൽ നടത്തുന്നത് ഈ കോടതിയുടെ തീരുമാനം ഉണ്ടായിട്ട് മാത്രം മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ഇനിയും അറ്റാച്ച് ചെയ്തോട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അറ്റാച്ച്മെൻറ്റുകളൊക്കെ നടക്കും, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊള്ളൂ, പക്ഷേങ്കിൽ സെയിൽ നടത്തണ്ട എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിപ്പോൾ സെയിൽ നടത്തിയാലും നടത്തിയില്ലെങ്കിലും എന്തായാലും ഈ ഒരു കേസ് വന്നതോടുകൂടി കളക്ടറായാലും ബഡ്സ് അതോറിറ്റി ആയാലും മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യില്ല. അത് പിന്നെ അവർക്ക് വേറെ അർജൻറ്റ് കാര്യങ്ങൾ ചെയ്യും. ഇതിൻ്റെ തീരുമാനമായിട്ടാകുമ്പം ഇനി എന്തെല്ലാം കിടക്കണ് മക്കളെ നിങ്ങൾക്ക്. ഇനി ഇതിലെന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ രണ്ടാളും സുപ്രീം കോടതിയിൽ പോകും. സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ സുപ്രീം കോടതി ഒരു കാര്യം, നമ്മുടെ പണ്ട് ശ്രീന സുപ്രീം കോടതിയിൽ പോയ പോലെ ഒന്നാം ദിവസം എടുത്ത് തള്ളുകയല്ല. ഇതിലെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പിന്നെ 2 വർഷം, എത്രയാണ് 2 വർഷം നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട എന്നുള്ള കാര്യങ്ങളാണ്
ഇത് സുപ്രീം കോടതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഇവരുടെ വക്കീലന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രീനക്ക് 2 വർഷം കൂടി നിക്ഷേപകരുടെ പണം കൊണ്ട് അവരുടെ വിയർപ്പിൻ്റെ അല്ലെങ്കിൽ അവരെ ചതിച്ച പണം കൊണ്ട് ഉണ്ടാക്കിയ മണിമാളികയിൽ താമസിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുപോകണോ എന്ന് പിന്നിലെ കൂടിയുള്ള നടപടികൾ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർ ഒന്ന് ആലോചിക്കുന്നത് ശരിയായിരിക്കും. എന്താണ്, ഗ്യാസ് കുറ്റി നിറക്കാൻ പൈസയില്ല, അരി മേടിക്കാൻ പൈസയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സിമ്പതി പറ്റുന്ന ആ ഒരുത്തനോടാണ് ചോദ്യം, എന്തിനാണ് ഈ കേസ് ഇത്ര നീട്ടിക്കൊണ്ടു പോകുന്നത്? ആരെ സഹായിക്കാനാണ്? എത്ര മാസമായി ശ്രീന പ്രതാപൻ ഒളിവിൽ പോയിട്ട്? എവിടെ പോകുന്നുണ്ടെങ്കിലും നിങ്ങളെയും കൂടി കൂട്ടി മാത്രമേ പോകൂ എന്ന് പറഞ്ഞ ശ്രീന പ്രതാപൻ എവിടെ? നമ്മുടെയൊക്കെ മെസ്സേജ് എപ്പോഴെങ്കിലും ഏതെങ്കിലും നട്ടപ്പാതിരക്ക് വൈഫൈ ഓണാക്കി കാണുന്നല്ലാതെ അവർ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാറുണ്ടോ, സിം എനാബിൾ ചെയ്യാറുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ മക്കളെ, നിങ്ങളോട് കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ കേസ് ഇപ്പോഴൊന്നും തീരാൻ സാധ്യതയില്ല. എന്തായാലും ഏപ്രിൽ 14 മുതൽ വെക്കേഷനാണ്. മെയ് 18 വരെ വെക്കേഷനാണ്. അതിനുശേഷം മാത്രമേ കാര്യമായിട്ടുള്ള വാദങ്ങൾ നടക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും മെയ് 18 ശേഷം ഇതിൻ്റെ കാര്യമായ വാദങ്ങൾ നടക്കും. എന്തായാലും അടുത്ത 2-ാം തീയതി എനിക്ക് തോന്നുന്നില്ല കാര്യമായ രേഖകൾ, ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സെഷൻസ് കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് എത്തുമെന്നും അതിനുശേഷം GPക്ക് പഠിക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ സമയമുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. 2-ാം തീയതി എന്തായാലും സ്വാഭാവികമായും ഇത് നീട്ടിവെക്കും. 2-ാം തീയതി ഒരു തീരുമാനം ഉണ്ടാവില്ല എന്നുള്ളതാണ്. നീട്ടിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന തീയതി എന്ന് പറയുന്നത് മെയ് 18 ശേഷമായിരിക്കും. മെയ് 18 ശേഷം. അപ്പോൾ വേറെ ഒരു കാര്യം സന്തോഷത്തോടു കൂടി പറയട്ടെ, ഇന്ന് കേസ് ആര് നീട്ടിവെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഹൈറിച്ചാണ്. അവർ കൊടുത്ത കേസ് നീട്ടിവെപ്പിച്ചത്. അത് 2-ാം തീയതിക്ക് നീട്ടിവെച്ചു. എന്താ, അടുത്ത ആഴ്ചയൊന്നും സമയമില്ലേ? ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ആഴ്ച സമയം ചോദിച്ചുകൂടെ? പക്ഷേങ്കിൽ 2-ാം തീയതിയിലേക്കാണ് സമയം ചോദിച്ചിരിക്കുന്നത്. 2-ാം തീയതിയും 3-ാം തീയതിയും 4-ാം തീയതിയും ഒക്കെ ഇവർക്ക് കേസ് ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കേസുകൾ കൊടുത്തിട്ട് എല്ലാ സമ്പാദ്യവും ബ്ലാക്ക് മണി, പുറമേ നിൽക്കുന്ന ബ്ലാക്ക് മണി, കണക്കിപ്പെടാത്ത പൈസ തേച്ചും ഇതുപോലെ കേസിനായിട്ട് ചെലവഴിക്കുക എന്നുള്ള തന്ത്രമാണ്. അത് വീട് ഇരിക്കുന്ന ആൾക്കാരെ, പൈസ ഇല്ലാഞ്ഞിട്ട് ചികിത്സ മുടങ്ങിയ ആൾക്കാരെ, പൈസ ഇല്ലാഞ്ഞിട്ട് കല്യാണം മുടങ്ങിയ ആൾക്കാരെ, പൈസ ഇല്ലാഞ്ഞിട്ട് ഫീസ് അടക്കാൻ, വിദ്യാർത്ഥികളുടെ പഠിക്കുന്ന മക്കളുടെ ഫീസ് അടക്കാൻ ഗതിയില്ലാത്തവർക്കൊന്നും ഈ പൈസ കൊടുക്കരുത്. നിങ്ങളിങ്ങനെ അനാവശ്യമായിട്ട് കേസിന് കൊടുത്ത് ഈ പൈസ തേച്ചും തീർക്കണം, ഇങ്ങനെ ബാധ്യതകൾ വരുത്തണം എന്നാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ 212 കോടി നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ, കോടികൾ തന്ന് സഹായിക്കാനുണ്ടാവും. പക്ഷേങ്കിൽ അവരുടെയൊക്കെ ബാധ്യതകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ കൊടുത്ത് 212 കോടിയും അല്ലെങ്കിൽ ഒരു 500 കോടിയുടെ ബാധ്യതകൾ ഉണ്ടാക്കണം. എന്നിട്ട് ആർക്കും 5ൻ്റെ പൈസ കൊടുക്കാനുണ്ടാവാൻ പാടില്ല. എന്നിട്ട് നിങ്ങൾ പറയണം, നമ്മൾ പാപ്പരാണ്, ആർക്കും ഒന്നും തരാനില്ല. ആർത്തി പണ്ടാരങ്ങളായ 5 ലക്ഷം വിട്ടിട്ട് 55 ലക്ഷം കാത്തിരിക്കുന്ന ഹൈറിച്ച് ഓളികളെ, നിങ്ങളുടെ കാര്യം കട്ടപ്പുകയാണ്.
നിയമപരമായി നീങ്ങുക എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല എന്ന് നിങ്ങളോട് താഴ്മയോടുകൂടി, ചീത്തയൊന്നും പറയുന്നില്ല, താഴ്മയോടുകൂടി ഒരിക്കൽ കൂടി പറയുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഇന്ന് കോടതി ആ കാര്യങ്ങളൊക്കെ നമ്മുടെ വീക്കെൻഡ് സോണിലൂടെ കണ്ടപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ. വേറെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഇവരുടെ ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു, ഇവരുടെ രണ്ടാമത്തെ ക്രിമിനൽ അപ്പീൽ എൻ്റെ കൂടെ സമർപ്പിച്ച അതിലെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തു കൂട്ടുന്നത്. അപ്പോൾ ഇവർ പറയുകയാണ് നമ്മൾ ബഡ്സിൽ പെടുന്നില്ല എന്ന് പറഞ്ഞ് അപ്പീൽ കൊടുത്തിട്ട് ഇവരെ കോടതിയോട് പറയുകയാണ് നമ്മുടെ ബഡ്സ് അതോറിറ്റിയോട് നിക്ഷേപകരുടെ ലിസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ ബഡ്സിലല്ലേ പെടുന്നത്? ബഡ്സിൽ പെടുന്നില്ലെങ്കിൽ എങ്ങനെയാണ് നിക്ഷേപകരുണ്ടാവുക? ചോദിച്ചു പോവുകയാണ്. കഷ്ടം തന്നെ. അപ്പോൾ ഇവിടെ തന്നെ കേസ് തോറ്റു എന്ന് പറയുകയാണ്. ബൈ.